ഹലോ ഫ്രണ്ട്സ്, QBASICൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറയെ പറ്റിയാണ്. അതായത് നമുക്ക് ഒരു വേരിയബിളിൽ ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മൾ അറേ യൂസ് ചെയ്താൽ. അപ്പോൾ നമുക്കൊരു സിമ്പിൾ അറേ ക്രിയേറ്റ് ചെയ്യാം. ബേസിക്കലി QBASIC സാധാരണയായിട്ട് അറേ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡിം അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലിയർ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം, CLS. അതിനുശേഷം നമുക്ക് ഡയമെൻഷൻ അഥവാ ഡിം എന്ന് പറയാം. ഇവിടെ നമുക്കിതിനകത്ത് ഒരു വേരിയബിള് പറയുക, എന്നിട്ട് അതിൻ്റെ എത്രയാണ് സ്റ്റോർ ചെയ്യേണ്ട കപ്പാസിറ്റി. ഇപ്പം നമുക്ക് 5 ആണെങ്കിൽ ഡിം എ എന്ന് പറഞ്ഞ അറേ ഓഫ് 5 ആണ് ഇവിടെ സൈസ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ഇൻഡെക്സ് അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. 0 തൊട്ട് 0 അറേ A of 0, A of 1, A of 2, A of 3, A of 4 അങ്ങനെ 0 to 4 വരെയുള്ള ഇൻഡെക്സ് വെച്ച് നമുക്ക് A എന്ന് പറയുന്ന ഈ അറേയിൽ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കത് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് A of 0 അറേയിലെ ആദ്യത്തെ വാല്യൂ 5 വാല്യൂസാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. തൊട്ട് 10 വയ്ക്കുന്നു. A of 1-നകത്തോട്ട് 20 വയ്ക്കുന്നു. A of 2-നകത്തോട്ട് 30 വയ്ക്കുന്നു. A of 3-കകത്തോട്ട് 40 വയ്ക്കുന്നു. നമുക്കൊരു വാല്യൂടെ സ്റ്റോർ ചെയ്യാം, അത് A of 4-ലോട്ട്. അപ്പോൾ നമുക്ക് മൊത്തം 5 വാല്യൂസ് ആകും. സോ നമുക്കിപ്പം 5 വാല്യൂ നമ്മളൊരു എ എന്ന് പറഞ്ഞൊരു അറേയിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്കിതിപ്പം പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്കൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻറ്റ് A of 0, പ്രിൻറ്റ് A of 1 അങ്ങനെ പറയണം. അതിന് പകരം നമുക്ക് ഒരു ഫോർ ലൂപ്പ്, for I is equal to I എന്ന് ഇൻഡെക്സ് എന്ന് വിചാരിക്കുക, 0 തൊട്ട് 4 വരെ. അപ്പം 0 തൊട്ട് 4 വരെ നമ്മൾ 5 എണ്ണമായി. ഇവിടെ നെക്സ്റ്റ് I എന്ന് പറയുക. ഇവിടെ പ്രിൻ്റ് പറയുക, പ്രിൻ്റ് A of I, അതായത് അത് I 0 തൊട്ട് 4 വരെ മാറി മാറി വന്നോളൂ. നമുക്കിനി അത് ഒന്ന് സേവ് ചെയ്യാം, എന്നിട്ടൊന്ന് റൺ. ഇപ്പം നമുക്ക് കാണാം 10, 20, 30, 40, 50 അങ്ങനെ എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ബേസിക്കിൽ മാത്രമായിട്ടുള്ളൊരു QBASICിലുള്ളൊരു പ്രത്യേകതയുണ്ട്. അറേ ഇൻഡെക്സ് നമുക്ക് തീരുമാനിക്കാം. സാധാരണ മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും അറേ ഇൻഡെക്സ് ബൈ ഡിഫോൾട്ട് 0-ലാണ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1, 2, 5 എന്ന് പറയാം. സോ ഡിം A 1 to 5 എന്ന് വെച്ചാൽ ഇനി അറേ ഇൻഡെക്സ് 0-ലായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക, 1-ലായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് മാറ്റുക. ഇൻഡെക്സുകളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 1, 2, 3, 4, 5 ആക്കുന്നു. ഇനി നമ്മൾ ഈ ഫോർ ലൂപ്പിൽ ഇതുകൂട്ട് തന്നെ 0 മാറ്റിയിട്ട് 1 to 5 ആക്കുക, 1 to 5 ആക്കുക. സേവ് ചെയ്യുക, ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 10, 20, 30, 40, 50 കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ QBASICൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ കണ്ടത്. നമുക്ക് അറേ ഇൻഡെക്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യണം അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക്
ഒരു സ്ട്രിങ് അറിയാൻ വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മറ്റു കാര്യങ്ങൾ സ്ട്രിങ്ങിന് നമുക്കറിയാം ഒരു ഡോളർ ചേർത്ത് ഇപ്പോൾ $5 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എല്ലാം ഡോളറാക്കി ചേഞ്ച് ചെയ്താൽ നമുക്ക് സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ സ്ട്രിങ് അറിയാണ്. സോ ഞാനവിടെ എല്ലായിടത്തും ഡോളറാക്കി. ഇനി ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുക. 0 1 2 3 4. ഇനി ഈ വാല്യൂ കോഡ്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരുകൾ കൊടുക്കാം. ടോം, മാത്യു, കുമാർ, അജിത്ത്, അലി. ഞാൻ 5 പേരുകളാക്കി മാറ്റിയത്. നമുക്ക് ബാക്കിയുള്ളിടത്ത് ഇനിയിപ്പോൾ ഫോർ ലൂപ്പ് സെയിം ആണ്. ഇവിടെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യണം. 0 to 4. ഇവിടെ നമുക്ക് $, സേവ് ചെയ്യുക. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ടോം, മാത്യു, കുമാർ, അജിത്ത്, അലി ഇപ്പം ഈ 5 പേരുകളും വന്നിട്ടുണ്ട്. സോ സ്ട്രിങ് അറേയും ന്യൂമറിക് അറേയും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.